നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ മണ്ണിനടിയിൽപ്പെട്ട ലോറി ഡ്രൈവർ അർജുനെ ഇനി തിരിച്ചു കിട്ടില്ല, അർജുന്റെ കുടുംബത്തിന് തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ജനങ്ങളിലേക്ക് പുറത്തുവിടുന്നത്. അതായത് കർണാടക സർക്കാർ അർജുന്റെ മുതലാളിയോട് ബാർഗെയിൻ ചെയ്യുന്നത്, നിങ്ങൾ കേസ് പിൻവലിക്കണം, അതിനപ്പുറത്തേക്ക് 5 ലക്ഷം രൂപ അർജുന് ഞങ്ങൾ ധനസഹായമായി നൽകും, അതിനപ്പുറത്തേക്ക് വണ്ടി തിരിച്ചെടുക്കാൻ, അതായത് വണ്ടി നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള രീതിയിലേക്കുള്ള എല്ലാവിധ സജ്ജീകരണം ഞങ്ങൾ ചെയ്തു തരും, ഇല്ലെങ്കിൽ എന്നുള്ളൊരു ഭീഷണി ലെവലിലേക്കാണ് ഇപ്പോ നമ്മൾ വാർത്ത പുറത്തുവിടുന്നത്. റഹ്മാൻ പത്രിപ്പാലയോടാണ് ശരിക്കും ഈ വണ്ടിയുടെ ഓണർ സംസാരിച്ചത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നമുക്ക് അവന്റെ കുടുംബത്തിന് എന്തെങ്കിലും സാമ്പത്തിക സഹായം എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇത് സ്റ്റോപ്പ് ചെയ്താൽ തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്യില്ല പറഞ്ഞു. നമ്മളുടെ വണ്ടി അർജുനെയും കിട്ടിയിട്ട് അർജുനെ കിട്ടുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താല് തരാം. അത് നടക്കുവോ? എന്താ ഞങ്ങൾക്കാനെ വിളിക്കാൻ ഒരു കാരണമില്ലാണ്ട് വിളിക്കില്ലല്ലോ. നാളെ ഒരു ബോഡി കിട്ടണം. അതന്നെ. അപ്പൊ നാളെ ബോഡി കിട്ടണോ, അല്ലാതെ സ്റ്റോപ്പ് ചെയ്യില്ലാന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ കർണാടകയിലാണുള്ളത്. അവിടെയാണെന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞു നിങ്ങളുടെ അഞ്ചനൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അല്ല കർണാടക സർക്കാർ എന്തെങ്കിലും സാമ്പത്തികം സഹായിക്കാന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് സ്റ്റോപ്പ് ചെയ്യാൻ എഴുതി കൊടുത്തു കഴിഞ്ഞാല് 5 ലക്ഷം ഉറപ്പ് തരും. എന്താണ് ശരിക്കും ആ ഒരു സംഭവത്തിൽ നിങ്ങൾ തോന്നിയത്? അതായത് അനീതി, ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. പിന്നെ രണ്ടാമത് ഈ കർണാടക സർക്കാർ കാണിക്കുന്ന മനുഷ്യത്വമില്ലാത്ത വാക്കുകളാണ് അതിൽ പറയുന്നത്. കാരണം വാഹനം നമ്മളെ വയനാട് ഉരുൾപൊട്ടിയതിനെക്കാട്ടിയും എത്രയോ ചെറുതായിട്ടുള്ളൊരു ഉരുൾപൊട്ടലാണെന്ന് അവിടെ കർണാടകയിൽ നടന്നിട്ടുള്ളത്. ആ വാഹനം അർജുൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 5.5 അടി ഹൈറ്റ് ഉള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ഒരു 12 അടി വീതിയും 36 അടി നീളം 8 അടി വീതിയുള്ള ഒരു വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അർജുനന് ആ വാഹനത്തിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതിന് 90% കേരളത്തിലുള്ളവരും എല്ലാവരും പറയുന്നത് അദ്ദേഹം ആ വാഹനത്തിന്റെ ഉള്ളിലുണ്ട്, അദ്ദേഹം അതിന്റെ ഉള്ളിലുണ്ട്. മരണപ്പെട്ടോ ജീവനോടുണ്ടോ എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പക്ഷെ കർണാടക സർക്കാർ പറയുന്ന വാക്കുകൾ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവര് തെരച്ചിൽ നിർത്തിയിരിക്കണം, ഇതുവരെയായിട്ട് ഇപ്പൊ തെരയുന്നില്ല. നമ്മളെ സംസ്ഥാന സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും സംസാരിക്കുന്നില്ല. അതിന്റെ ബാക്കിൽ വലിയൊരു ദുരന്തം ഇവിടെ നമ്മളെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അതിന്റെ മുമ്പ് നടന്നത് ഇപ്പൊ അന്ന് കുവൈത്തില് തീപിടുത്തത്തില് 21 ആള് മരണപ്പെട്ടു. ഈ 21 ആള് മരണപ്പെട്ടപ്പോ ഇവിടുന്ന് പെട്ടിയും കടക്കി എടുത്തിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ പോയ നമ്മളെ ഗവൺമെന്റ് ഈ അന്യ സംസ്ഥാനത്ത് വെച്ചിട്ട്, കാരണം ഇത് പറയുന്നത് ഇത് എന്റെ വേദന, ഞാനൊരു ഡ്രൈവറാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ 90% വാഹനം ഓടിയിട്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ തീർക്കുന്നത്. എന്റെ ഭാര്യന്റെ അടുത്ത് കടക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ കിടക്കുന്നത് ലോറിയുടെ ഉള്ളിലാണ്. കാരണം ഒരു മനുഷ്യന്റെ വികാരമാണ് ഈ പറയുന്നത്. എന്റെ മക്കളിനെ കൊഞ്ചിനേക്കാട്ടും കൂടുതൽ ഞാൻ കൊഞ്ചുന്നത് ആ സ്റ്റിയറിങ്ങിനെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അർജുൻ എന്ന് പറയുന്ന എന്റെ സഹപ്രവർത്തനം കാണാനില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ തന്ന കേസ് പിൻവലിക്ക്, ഞങ്ങൾ 5 ലക്ഷം റുപ്യ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് കൊടുക്കാം, ഈ കേസ് പിൻവലിക്ക്. വാഹനം കണ്ടെത്തിയിട്ടില്ല, ആ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് ഞങ്ങൾ തരാം, അതിന് വേണ്ട പേപ്പറുകൾ ഞങ്ങൾ തരാം, നിങ്ങൾ കേസ് പിൻവലിക്കുക എന്ന് പറഞ്ഞ് കർണാടക സർക്കാർ ഈ ഓണറിനെ വിളിച്ചിട്ട് പുഷ് ചെയ്യുമ്പോ ആ മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് നമ്മളിവിടെ വിലയിരുത്തേണ്ടത്. അദ്ദേഹം ഒരു മനുഷ്യനാണ്. പക്ഷേ നൗഫൽ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ലോറിയും എനിക്ക് അർജുനെയും ഒരുമിച്ച് വേണം. നിലപാടിനോട് ശരിക്കും നൗഫലിനോട് വല്ലാത്ത രീതിയിലേക്കുള്ള സ്നേഹമുണ്ട്. കാര്യം എനിക്ക് എന്റെ ലോറി മാത്രം പോരാ, എനിക്ക് അങ്ങനെയെങ്കിൽ നൗഫൽ ഞങ്ങളോട് ഇത് പറയേണ്ട കാര്യമില്ല, എനിക്ക് എന്റെ ലോറി മാത്രം പോരാ, എനിക്ക് അർജുനെ കൂടി മരണപ്പെട്ടാലും എനിക്ക് വിഷയമില്ല, എനിക്ക് അർജുനെ കൂടി വേണം. എനിക്ക് കിട്ടണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കർണാടക സർക്കാർ പറയുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കൂ, നിങ്ങൾ ആ കേസ് പിൻവലിക്കൂ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, അർജുനെ ഇനി ഞങ്ങൾക്ക് തരാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്കാണ്. അപ്പോ അർജുന്റെ കുടുംബങ്ങളൊക്കെ വല്ലാത്ത രീതിയിലേക്ക് ഈ വാർത്ത പുറത്തു വിടുമ്പോ അർജുന്റെ കുടുംബങ്ങൾ വല്ലാത്ത രീതിയിലേക്ക് വിഷമിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ വാർത്ത പുറത്തു വിടുമ്പോ അർജുന്റെ കുടുംബം ചിലപ്പം വിഷമിച്ചേക്കാം. പക്ഷേ ഇതാണ് സത്യാവസ്ഥ. ശരിക്കും ഇത് ഇനി മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ ഇട്ടേ തീരൂ. കാര്യം ഇല്ലെങ്കിൽ അർജുൻ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്ന ഒരാളായിട്ട്, എവിടെയോ ജീവിച്ചിരിക്കുന്ന ഒരാളായിട്ട് ചിന്തിക്കേണ്ടി വരും. കാര്യം കർണാടക സർക്കാർ ശരിക്കും മുൻപ് കയറ് കണ്ടു, ലോറിയുടെ കയറ് കണ്ടു, ലോറി കണ്ടു. ഇതൊക്കെ ശരിക്കും സത്യമാണോ എന്ന് പറയാൻ കഴിയില്ല. കാര്യം മാധ്യമങ്ങളെ വിലക്കിയ ലോറിന് കണ്ട് പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെ രാജ്യത്ത് കള്ളം പറഞ്ഞതാവൂ.
തീർച്ചയായിട്ടും കള്ളം തന്നെയല്ലേ. ലോറി കണ്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ലോറിനെ ടാങ്കറിന്, അതായത് വലിയ ഗ്യാസ് വണ്ടിനടക്കം വള്ളത്തിൽ നമ്മളത് സംസാരിച്ചൊരു വിഷയമുണ്ട്. കർണാടക സർക്കാർ എൻറ്റയർലി ഡിഫറെന്റ് ആണ് കേരള സർക്കാരിനെ അപേക്ഷിച്ച്. നമ്മുടെ വയനാട് ദുരന്തം ഇപ്പൊ നടന്നു, അത്യാവശ്യം നല്ല രീതിയിലേക്ക് സർക്കാർ ഇടപെട്ടു. നമ്മളെ സംസ്ഥാനത്താണെങ്കിൽ ശരിക്കും ഇന്ന് അർജുൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്റെ ഒരു ചിന്ത. ഒന്നുമില്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെറുതായിട്ട് പരിക്കുകൾ പറ്റി തിരിച്ചു കിട്ടുമായിരുന്നു. കർണാടക സർക്കാരിന് നന്നായിട്ട് അറിയാം. കർണാടക സർക്കാർ വളരെയധികം മാറ്റി ചിന്തിക്കുന്ന ആളാണ്. കർണാടക സർക്കാർ ഇത് പറയുമ്പോ ഈ വാഹനത്തിന്റെ ഓണറിന്റെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം രജിസ്ട്രേഷൻ ചെയ്ത ടാക്സ് ആ കർണാടക സ്റ്റേറ്റിനാണ് കിട്ടുന്നത്. അദ്ദേഹം ഡീസൽ അടിക്കുന്ന ടാക്സ് കിട്ടുന്നത് ആ സ്റ്റേറ്റിനാണ്. അദ്ദേഹത്തിന്റെ വണ്ടിന്റെ ടാക്സ്, അതായത് നാഷണൽ പെർമിറ്റിന്റെ ടാക്സിന്റെ വിഹിതം കിട്ടുന്നുണ്ട് ആ സ്റ്റേറ്റിന്. അദ്ദേഹം കൊണ്ടിരുന്ന മുതല്, അതായത് ആ വാഹനത്തിലെ തടികളാണ്, മരങ്ങളാണ്. ആ മരം കയറ്റുന്ന കർണാടക ഗവൺമെന്റിന്റെ മരമാണ്. അതിന്ന് കിട്ടുന്ന ടാക്സ്, ഇതെല്ലാം ആ സംസ്ഥാനത്തിന് കിട്ടിയിട്ടും ആ സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ടായി വളരെ നിസാരമായിട്ട് ഒരു മനുഷ്യജീവന് വില പറയുന്നത്. വെറും ഞങ്ങൾക്കൊക്കെ ഒരു 5 ലക്ഷം രൂപയുള്ളൂ വില ഈ സമൂഹത്തിൽ. അല്ല, അതിനപ്പുറത്തേക്ക് ഇത് തിരിച്ചു കിട്ടില്ല, അർജുന തിരിച്ചു കിട്ടില്ല എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ഒരിക്കൽ പോലും പോകാൻ പാടില്ല. കാര്യം ഇത് കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ കാണുന്ന മനുഷ്യാവകാശ പ്രവർത്തകരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനെതിരെ നടപടി എടുക്കണം. അർജുന്റെ അതുപോലെ തന്നെ 5 ലക്ഷം രൂപയല്ല ഒരാളുടെ വാല്യൂ എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കണം. കാര്യം പിന്നെ ഇത്തരം രീതിയിലേക്ക് എന്താണ് പറയാ, കേസ് പിൻവലിക്കണം. നിങ്ങൾ ഇനി അർജുനെ കുറിച്ച് മിണ്ടരുത്. ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ തരാൻ കഴിയും. ഞങ്ങൾക്ക് നിങ്ങളുടെ മനാഫിന്റെ വണ്ടിയുടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ എത്രയും പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പുതിയ വണ്ടി വാങ്ങാനുള്ള സാഹചര്യം ഒരുക്കി തരാൻ കഴിയും. ഇതൊന്നുമല്ല ശരിക്കും വേണ്ടത്. പാവപ്പെട്ട ലോറി ഡ്രൈവർമാർ ഒരുപാട് പേരുണ്ട് ഇവിടെ. അന്നാന്ന് ലോറി ജീവിതം, ഡ്രൈവിംഗ് പണിയെടുത്ത് ജീവിക്കുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട് ഇവിടെ. അവരുടെയൊക്കെ ജീവിതം ശരിക്കും വല്ലാത്ത രീതിയിൽ കഷ്ടപ്പാടിലാണ്. രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഓടുന്ന, സ്വന്തം കുടുംബം വെച്ച് മാറ്റി നിർത്തി ഓടുന്ന ആളുകളാണ് ലോറി ഡ്രൈവർമാർ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വിഷയം, ശരിക്കും ഞാനൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. നമുക്ക് AC ഇട്ട് യാത്ര ചെയ്ത ഒരു 100-200 കിലോമീറ്റർ ഓടിയാൽ പോലും നമുക്ക് വല്ലാത്ത രീതിയിലേക്കുള്ള ടയേർഡ് അനുഭവപ്പെടും. ഇവര് ഒന്നുമില്ലാതെ അത്രയും ദൂരം, ഒരുപാട് അറിയാത്ത ദൂരങ്ങള്, ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് പുറത്തിറങ്ങിയ പ്രശ്നങ്ങൾ, MVD പ്രശ്നം, മറ്റുള്ള ചെക്ക് പോസ്റ്റ് പ്രശ്നം, ഇതൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. തീർച്ചയായും ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് കർണാടക സർക്കാരിനോട് മുന്നിൽ വീണ്ടും നമ്മുടെ സർക്കാർ ശരിക്കും വീണ്ടും എന്താണ് പറയാ, അർജുന വേണം എന്നുള്ള ഡിമാൻഡ് വെക്കേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് എന്റെ സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ളത്, അർജുൻ എന്ന് പറയുന്ന എന്റെ സഹോദരന് ഒരുപാട് ബാധ്യതകളുണ്ട്. കാരണം അവനിക്കൊരു പെങ്ങളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്, അതുപോലെ ഒരു 5നെ പഠിപ്പിച്ചിട്ടുണ്ട്, അവനൊരു വിവാഹം കഴിച്ചവനാണ്, അവൻ ഇരിക്കുന്ന വീട്, ഒരുപാട് പ്രതീക്ഷയിലാണ് ആ കുടുംബം മുന്നോട്ട് പോയത്. ആ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളും ഇന്ന് കാണാണ്ടായിരുന്നു. ഒരു 5 ലക്ഷം രൂപയായിട്ട് തീരുന്നതല്ലാതെ എന്റെ സംസ്ഥാന സർക്കാർ അതിന് വേണ്ട നടപടികൾ എടുക്കണം. കാരണം ഞങ്ങൾ അർജുൻ എന്ന് പറയുന്നത് എന്റെ സഹപ്രവർത്തകന്റെ വാഹനത്തിന്റെ ഓണറിന്റെ പിന്നിൽ അണിനിരക്കാൻ തീരുമാനിച്ചിരിക്കണം. അദ്ദേഹം ബുധനാഴ്ച ചൊവ്വാഴ്ചയായിട്ട് നാട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പത്രസമ്മേളനം വിളിച്ച് ഞങ്ങൾ സമരത്തിലേക്ക് പോകും. ആ സമരത്തിന്റെ ചെറിയ കാര്യങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. ഒന്ന്, ഈ കുവൈത്തിൽ മരണപ്പെട്ട എന്റെ മലയാളികൾക്ക് സംസ്ഥാന സർക്കാർ കൊടുത്തത് 5 ലക്ഷം രൂപ വെച്ചിട്ടാണ്. അതുപോലെ എന്റെ സഹപ്രവർത്തകർ 2 പേർക്ക് ബാംഗ്ലൂർ വെച്ചിട്ട് കൊലപ്പെടുത്തിയ ഒരു ലോറി ഡ്രൈവറും, അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകനായ അർജുനും കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കണം. കാരണം അവൻ ഈ സംസ്ഥാനത്ത് ജനിച്ചു വളർന്നവനാണ്. ഇതുപോലെ ഈ സംസ്ഥാനത്ത് ജനിച്ചവർ തന്നെയാണ് കുവൈത്തിലും പോയിട്ട് ജോലി ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ വിവേചനമല്ല വേണ്ടത്, ഏകോപനമാണ് വേണ്ടത്. വിവേചനത്തിൽ ഞങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ അറിയാൻ പോകുന്ന ചില ചൂടുകള് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ പത്രസമ്മേളനത്തിൽ കൂടെ ഞങ്ങൾ അത് അറിയിപ്പിക്കുകയും ചെയ്യും. ആ കാര്യം ലോറി ഡ്രൈവർമാരും ലോറി ഓണർമാരും ലോറി സംഘടനകളും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചിട്ട് ആ സമരം ഞങ്ങൾ മുന്നോട്ട് നടത്തുകയും ചെയ്യും. ഞങ്ങളെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾ തയ്യാറാവുകയും ചെയ്യും. തീർച്ചയായും ഇത്തരം ഒരു സംഭവം കേട്ടപ്പോൾ നമുക്ക് വല്ലാത്ത വിഷമമുണ്ടായി. കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, എനിക്കൊക്കെ പറയാനുള്ളത്, അടുത്ത സ്റ്റെപ്പുകൾ എടുത്ത് മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ അർജുന എന്തെന്നേക്കുമായി നമുക്ക് മറക്കേണ്ടി വരും. 5 ലക്ഷം രൂപയാണ് ഞങ്ങൾ കർണാടക സർക്കാരിന് 5 ലക്ഷം ഞങ്ങൾ കൊടുക്കാം. 5 ലക്ഷം രൂപയല്ല എന്ന് പറയുന്ന സഹപ്രവർത്തകൻ എവിടെ എന്നുള്ളതാണ് ഞങ്ങളെ ചോദ്യം. 5 ലക്ഷം രൂപയല്ല ഒരാളുടെ വില എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വാർത്ത ജനങ്ങളിലേക്ക് പുറത്തു വിടുമ്പോൾ ഞാൻ വീണ്ടും എടുത്തു പറയാണ്, പല ആളുകൾക്കും സങ്കടം ഉണ്ടാവാം. പക്ഷേ സങ്കടം ഉണ്ടാവാൻ, ആ സങ്കടം ക്ലിയർ ചെയ്യാൻ വേണ്ടി, ആ സങ്കടത്തിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വാർത്തകൾ പുറത്തു കൊടുക്കുന്നത്. കാര്യം ഇത്തരം രീതിയിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കാരണവശാലും എന്താണ് കർണാടക സർക്കാരിന്റെ ഇതേ രീതിയിലേക്കുള്ള പെരുമാറ്റമാണെങ്കിൽ ഒരു കാരണവശാലും അർജുനെ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അപ്പോ ഇത് പുറത്തുവിട്ടത് അതല്ല, ഇനി അതിന്റെ ഒക്കെ പുറമെ
ഇപ്പൊ ഒരാഴ്ച മുമ്പാണ് ഈ കർണാടകയിൽ ഇതേ സ്ഥലത്ത് തന്നെ ഒരു വാഹനം പാലം പാലം തകർത്തുകൊണ്ട് IRB എന്ന കമ്പനിയാണ് വളരെ മോശപ്പെട്ടിട്ടുള്ള റോഡ് നിർമ്മാണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കമ്പനിന്റെ പേരിൽ എന്ത് നിലപാടെടുക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. കാരണം ഒരു ലോറി ഡ്രൈവർ ഞാൻ അതിന്റെ വീഡിയോ ഞങ്ങൾക്ക് വിട്ടുതന്നിട്ടുണ്ട്, ജനങ്ങൾ കാണട്ടെ ആ വീഡിയോ. ആ ലോറി ഡ്രൈവർ പാലം തകർന്ന് ലോറി വള്ളത്തിലേക്ക് വീണിട്ട് മീൻ പിടിക്കാൻ പോകുന്ന തൊഴിലാളികൾ വന്ന് രക്ഷപ്പെടുത്തി അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് 57 സ്റ്റിച്ചാണ് ആ ശരീരത്തിൽ ചെയ്തിട്ടുള്ളത്. കർണാടക സർക്കാർ കൊടുത്ത ഉലുവ എത്രയെന്നറിയാം? വെറും 4600 റുപ്യ. ആ വാഹനത്തിന് ലക്ഷക്കണക്കിന് റുപ്യന്റെ മുതലുണ്ട്. ആ വാഹനത്തിന്റെ നഷ്ടപരിഹാരം ആര് കൊടുക്കും? ഈ RBI എന്ന് പറയുന്ന തരികിട കമ്പനിന്റെ പേരിൽ നടപടി എടുക്കുമെന്ന് നമ്മളെ സംസ്ഥാന സർക്കാർ ഉറപ്പ് തരുന്നത് വരെ ഞങ്ങൾ സമരത്തിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് എല്ലാവരെയും അറിയിപ്പിക്കാനാണ് ഈ വാർത്തയുമായിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായും നന്ദി, നമസ്കാരം.